കൈദി മാസ്റ്റർ വിക്രം സിനിമയ്ക്ക് ശേഷം ലോകേഷ് അല്ലു അർജുനെ മെയിൻ ലീഡാക്കി ചെയ്യുന്ന ഒരു വലിയ സിനിമയാണ് AA23 എന്ന പടം. ഈ ഒരു പടത്തിൻ്റെ ടൈറ്റിൽ ടീസറിൻ്റെ പരിപാടികളൊക്കെ തന്നെ അല്ലെങ്കിൽ ആ ഒരു വർക്കൊക്കെ തന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഏകദേശം ഒരു വിക്രം ലിയോ കൂലിയുടെയൊക്കെ അതേ മോഡലിൽ വരുന്ന ഒരു ടൈറ്റിൽ ടീസറാണ് ചിത്രത്തിൻ്റെ ടീം എടുത്തു വെച്ചിട്ടുള്ളത്. ഏതായാലും അതിൻ്റെയൊക്കെ റിലീസൊക്കെ ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കറുപ്പ് എന്ന ചിത്രം സൂര്യയുടെ കരിയർ ഗ്രാഫിൽ വലിയ രീതിയിലുള്ള ചേഞ്ച് തന്നെയായിരുന്നു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ പുള്ളിയുടെ റെമ്യൂണറേഷനിലും ഇപ്പോൾ വലിയൊരു ചേഞ്ച് തന്നെ നടന്നിട്ടുണ്ട്. പുള്ളി അടുത്തതായി ഇനിയും കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത് സൂര്യ 49 ആണ്. സൂര്യ 49 പുള്ളി ഏകദേശം റെമ്യൂണറേഷനായി ചോദിച്ചിട്ടുള്ളത് 100 കോടി രൂപയോളമാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ധനുഷിൻ്റെ ലീഡിൽ വരുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ഈ വരുന്ന ജൂലൈ 10 ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം അതൊരു ടൈം ട്രാവൽ കോൺസെപ്റ്റിൽ വരുന്ന വെങ്കട് പ്രഭു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ആയിരിക്കുമെന്നാണ്. പടത്തിനായിട്ട് മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്നത് സായി അഭ്യന്തർ ആയിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമൻറ്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് ജൂനിയർ NTRൻ്റെ ഡ്രാഗൺ എന്ന ചിത്രത്തെ പറ്റിയാണ്. ഈ ഒരു പടത്തിന് വേണ്ടി ഒരു മൈൻഡ് ബ്ലോയിങ് ഇൻ്റർവെൽ സീക്വൻസ് ഇപ്പോൾ പ്രശാന്ത് നീൽ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് കീർത്തി സോനം ഈ ഒരു ചിത്രത്തിലൊരു മെയിൻ ലീഡ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിലെത്തുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് പോർഷൻസിൽ ഇപ്പോൾ ഈ ഒരു പ്രശാന്ത് നീലിൻ്റെ കളർ ടോൺ എന്നൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് ടോൺ അല്ലേ, അത് മാറ്റി കുറച്ച് കളർഫുൾ ആയിട്ടുള്ളൊരു വിഷ്വൽ സ്റ്റൈൽ ഈ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പടം നെക്സ്റ്റ് ഇയർ ആണ് വേൾഡ് വൈഡ് തിയേറ്റർ റിലീസിന് എത്തുന്നത്. ധനുഷിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഓം ചിത്രം. ഈ ഒരു പടത്തിൻ്റെ അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ഒരു ഫെസ്റ്റിവൽ ഡാൻസ് നമ്പർ ഈ വരുന്ന ധനുഷിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പിന്നെ LC യൂണിവേഴ്സിലെ റോളക്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോകേഷിൻ്റെ തിരക്കറിയാമല്ലോ, പുള്ളി ഇപ്പോൾ അല്ലു അർജുൻ പടമാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷമേ കൈദി 2 വരത്തുള്ളൂ. കൈദി 2ന് ശേഷമാണ് റോളക്സ് സംഭവിക്കാമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞൊരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഏത് ടൈം പീരീഡ് ആയിരിക്കും റോളക്സ് ഒക്കെ സംഭവിക്കാമെന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ ജയ് ഹനുമാൻ എന്ന ചിത്രത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പടത്തിൻ്റെ വർക്കുകളും ഷൂട്ടുകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത്. ശിവകാർത്തികൻ്റെ ഒരു കിടിലം പടമായിരുന്നു മാവീരൻ എന്ന പടം. ബട്ട് ചിത്രത്തിന് അന്ന് തിയേറ്ററിൽ അത്ര വലിയൊരു വിജയമോ കാര്യങ്ങളോ ഒന്നും പ്രശംസ പോലും നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റം അല്ലായിരുന്നു. ബട്ട് ലോകമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സിനിമയ്ക്ക് ഭയങ്കര രീതിയിലുള്ള ഫാൻ ബേസും പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ ഒരു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. രണ്ടാം ഭാഗത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റേജാണ് ഇപ്പോഴെന്നും ശിവകാർത്തികന് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പടത്തിൻ്റെ വർക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു പടവേ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷമൊക്കെ ആയിട്ടായിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിയാൻ വിക്രമിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ചിയാൻ 63 എന്ന പടം. പടത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് ഷെഡ്യൂൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ആകുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. പടത്തിൻ്റെ റിലീസ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ വരുന്ന ക്രിസ്മസ് വീക്കെൻഡൊക്കെ ആയിട്ടാണ്. S രാജമൗലിയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് വാരണാസി എന്ന പടം. പടത്തിൻ്റെ മേജർ പോർഷൻസ് ഇൻക്ലൂഡിങ് ആ ഒരു ബിഗ് സ്കെയിൽ ആക്ഷൻ സീക്വൻസ് ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കറൻലി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ സീൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ ചിത്രത്തിൻ്റെ ടീം ഈ ഒരു സിനിമ എൻറ്റയർലി കംപ്ലീറ്റ് ആക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സെപ്റ്റംബർ മാസം അല്ലെങ്കിൽ ഒക്ടോബർ മിഡോട് കൂടി തന്നെയൊക്കെ ആയിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. സന്ദീപിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കോസ്മിക് സാംസൺ എന്ന പടം. പടത്തിന് ഭയങ്കര രീതിയിലുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതിന് കാരണം സന്ദീപ് എന്ന ആക്ടറിലുള്ള പ്രതീക്ഷയാണ്. പുള്ളി ഇതുവരെയായിട്ടും ചെയ്തിട്ടുള്ള പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയാണ് ഈ ഒരു പടത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഹൈ. ഈ ഒരു പടത്തിൻ്റെ റിലീസ് ഈ വരുന്ന ഒക്ടോബർ 16 അല്ലെങ്കിൽ 17 ആയിട്ട് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരു ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് പോസ്റ്ററൊക്കെ ഉടനെ തന്നെ വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ചാക്കോച്ചിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഉന്മാദം എന്ന ചിത്രം. ഈ ഒരു പടത്തിന് റിലീസ് വരുന്ന ജൂലൈ 31 ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അല്ലു അർജുൻ്റെ ചിത്രങ്ങളിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രമാണ് രാഗ എന്ന പടം. ഈ ഒരു പടം എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 ഇയറോളം എടുത്താണ് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ നടന്നു പോകുന്നത്. ഇതുവരെയായിട്ട് ഈ ഒരു പടത്തിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ അല്ലു അർജുൻ തീരുമാനിച്ചു ഈ ഒരു പടം എന്തായാലും ഉടനെ ഒന്നും കംപ്ലീറ്റ് ആകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പാരലി ഇപ്പോൾ ഒരു ലോകേഷ് പടവും അറ്റ്ലി പടവും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഗ ചിത്രത്തിൻ്റെ റിലീസും അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയർ ഡിസംബർ ആയതുകൊണ്ടാണ് ഈ ഒരു വലിയ ഡിലേ തന്നെ ഈ ഒരു പടത്തിൻ്റെ ഷൂട്ടിന് ടൈം എടുത്തെടുത്ത് അവർ ചെയ്യുന്നത്. ഈ ഒരു പടത്തിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ മാസമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഡിസംബർ മാസം എൻ്റർലി ഷൂട്ട് കംപ്ലീറ്റ് ആക്കുന്നതുകൊണ്ടൊക്കെ തന്നെ പടത്തിൻ്റെ ഒരു ഗ്ലിംസും പരിപാടികളൊക്കെ തന്നെ ഈ ഒരു വർഷം തന്നെ പുറത്തിറക്കാൻ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. മിക്കവാറും ഈ ഒരു വർഷം എൻഡിലൂടെയൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു ഗ്ലിംസ് വരിക എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും പരിപാടികളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ യൂണിവേഴ്സിന് വലിയ രീതിയിലുള്ളൊരു ഡിമാൻഡ് കൊടുക്കുക അല്ലെങ്കിൽ മോളിവുഡ് ഇൻഡസ്ട്രിക്ക് വലിയൊരു ഹൈ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ലോക ആ ഒരു ഫ്രാഞ്ചൈസ്. ലോക ഫ്രാഞ്ചൈസിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലോക ചാപ്റ്റർ 2 ചാത്തൻ്റെ ആ ഒരു പരിപാടി. ആ ഒരു ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ഇതുവരെയായിട്ട് ഫൈനലൈസ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ആ ഒരു പടം ഉടനെ വരുമെന്നുള്ളൊരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു സ്ക്രിപ്റ്റ് ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ആകാത്തതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു പടത്തിന് ഇത്രയും വലിയൊരു ഡിലേ വരാൻ തന്നെ കാരണം. ഈ ഒരു പടത്തിൻ്റെ വർക്കൊക്കെ തന്നെ സ്റ്റാർട്ട് വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ അവർ പ്ലാൻ
ചെയ്യുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പിന്നെ നേരത്തെ അറിയിച്ച പോലെ തന്നെ നെക്സ്റ്റ് ഇയർ ഓണം റിലീസാണ് ഈ ഒരു പടവും ടാർഗറ്റ് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ഇതുവരായിട്ടും കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് പടത്തിന് ഇനി എന്തോരം ഡിലേ വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്ക്രിപ്റ്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ പടത്തിൻ്റെ വർക്കും പരിപാടികളൊക്കെ തന്നെ ഉടനെ തുടങ്ങുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റും പരിപാടികളൊക്കെ തന്നെ ഉടനെ തന്നെ ഫൈനലൈസ് ചെയ്ത് ഉടനെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു പടത്തിൻ്റെ കൂടുതലായിട്ടൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക.